ഹായ് ഹലോ എല്ലാവർക്കും PSC ഓഡിയോ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കൊക്കെ ഓരോ ജോലിക്കിടയിലൊക്കെ ഇത് കേൾക്കാൻ ഭയങ്കര ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ തുടങ്ങാം. സ്മാൾ ഫിനാൻസ് ബാങ്കുകൾ. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, ചെറുകിട ബിസിനസ് യൂണിറ്റുകൾ, കർഷകർ, ദുർബല വിഭാഗങ്ങൾ, അസംഘടിത മേഖലയിലെ യൂണിറ്റുകൾ തുടങ്ങിയവർക്ക് വായ്പകൾ നൽകുക എന്നതാണ് സ്മാൾ ഫിനാൻസ് ബാങ്കുകളുടെ ധർമ്മം. എന്താണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, ചെറുകിട ബിസിനസ് യൂണിറ്റുകൾ, കർഷകർ, ദുർബല വിഭാഗങ്ങൾ, അസംഘടിത മേഖലയിലെ യൂണിറ്റുകൾ തുടങ്ങിയവയ്ക്ക് വായ്പകൾ നൽകുക എന്നതാണ് സ്മാൾ ഫിനാൻസ് ബാങ്കുകളുടെ ധർമ്മം. പഞ്ചാബിലെ ജലന്ധർ ആസ്ഥാനമായി 2016 സ്ഥാപിതമായ ക്യാപിറ്റൽ സ്മാൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. പഞ്ചാബിലെ ജലന്ധർ ആസ്ഥാനമായി 2016 സ്ഥാപിതമായ ക്യാപിറ്റൽ സ്മാൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ സ്മാൾ ഫിനാൻസ് ബാങ്കാണ് ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്മാൾ ഫിനാൻസ് ബാങ്ക് ഏതാണ്? ഇസാഫ് ആണ്. ഇസാഫ്. ഓക്കെ. കെ പോൾ തോമസ് ആണ് ഇസാഫ് ബാങ്കിൻ്റെ ഫിനാൻസ് ബാങ്കിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. കെ പോൾ തോമസ് ആണ് ഇസാഫ് ബാങ്കിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ് ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിൽ എവിടെയാണ്? മണ്ണൂത്തിയിലാണ് ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. 2018 ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്കിന് RBIയുടെ ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ചിട്ടുണ്ട്. 2018 എന്ത് ചെയ്തു? ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്കിന് എന്ത് ചെയ്തു? RBIയുടെ ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ചിട്ടുണ്ട്. പേയ്മെൻറ്റ് ബാങ്ക്. കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി ബാങ്കിംഗ് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ രൂപം കൊണ്ട ബാങ്കിംഗ് സംവിധാനമാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ്? കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായിട്ട് ബാങ്കിംഗ് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ രൂപം കൊണ്ട ബാങ്കിംഗ് സംവിധാനമാണ് പേയ്മെൻറ്റ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. മറ്റ് ബാങ്കുകൾ നൽകുന്ന സേവനങ്ങൾ പൂർണ്ണമായും പേയ്മെൻറ്റ് ബാങ്ക് നൽകുന്നില്ല. മറ്റ് ബാങ്കുകൾ നൽകുന്ന സേവനങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പൂർണ്ണമായിട്ടും പേയ്മെൻറ്റ് ബാങ്ക് നൽകുന്നില്ല. നചികേത് മോർ കമ്മീഷനാണ് പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്തത്. നചികേത് മോർ കമ്മീഷനാണ് എന്ത് ചെയ്തത്? പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്തത്. നചികേത് മോർ കമ്മീഷനാണ് പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്തത്. 2022 ജനുവരിയിൽ RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട പേയ്മെൻറ്റ് ബാങ്കാണ് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. 2022 ജനുവരിയിൽ RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ബാങ്ക് ഏതാണ്? പേയ്മെൻറ്റ് ബാങ്കാണ് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്. ഇന്ത്യയിൽ ആദ്യ പരിസ്ഥിതി സൗഹാർദ്ദ ഡെബിറ്റ് കാർഡ് കൊണ്ടുവന്നത് എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ പരിസ്ഥിതി സൗഹാർദ്ദ ഡെബിറ്റ് കാർഡ് കൊണ്ടുവന്നവരാണ് എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ്. ബാങ്കിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫറൻസ് സംയോജിപ്പിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്കാണ് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. അതായത് UP ഡിജിറ്റൽ ബാങ്കിങ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ UPI സംയോജിപ്പിച്ച് ആദ്യം ഇന്ത്യയിലെ പേയ്മെൻറ്റ് ബാങ്കാണ് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് സ്ഥാപിച്ച ടെലികോം കമ്പനിയാണ് എയർടെൽ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് സ്ഥാപിച്ച ടെലികോം കമ്പനിയാണ് എയർടെൽ. 2 ലക്ഷം രൂപയാണ് പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപം എന്നറിയപ്പെടുന്നത്. എത്ര ലക്ഷം രൂപയാണ്? 2 ലക്ഷം രൂപയാണ് പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് രൂപീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപം എന്നറിയപ്പെടുന്നത്. 100 കോടി രൂപയാണ് പേയ്മെൻറ്റ് ബാങ്കുകളുടെ കുറഞ്ഞ മൂലധനം എന്നറിയപ്പെടുന്നത്. 100 കോടി രൂപയാണ് പേയ്മെൻറ്റ് ബാങ്കുകളുടെ കുറഞ്ഞ മൂലധനം. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്താണെന്ന് നോക്കാം. കേന്ദ്ര പോസ്റ്റൽ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കിംഗ് സ്ഥാപനമാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. അതാണ് കേന്ദ്ര പോസ്റ്റൽ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കിംഗ് സ്ഥാപനമാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. റാഞ്ചി, റായ്പൂർ എന്നീ നഗരങ്ങളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് സ്ഥാപിതമായത്. റാഞ്ചി, റായ്പൂർ എന്നിവിടങ്ങളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് രൂപീകൃതമായത്. 2018 സെപ്റ്റംബർ 1 ന്യൂഡൽഹി ആസ്ഥാനമായി IPPB നിലവിൽ വന്നു. IPP അഥവാ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ന്യൂഡൽഹി ആസ്ഥാനമായി നിലവിൽ വന്നു 2018. ATM, ക്രെഡിറ്റ് കാർഡ് എന്നിവയ്ക്ക് പകരം ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് കൊണ്ടുവന്ന സംവിധാനമാണ് QR കോഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ്? ATM, ഡെബിറ്റ് കാർഡ് എന്നിവയ്ക്ക് പകരം പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് കൊണ്ടുവന്ന സംവിധാനമാണ് QR കാർഡ് എന്നറിയപ്പെടുന്നത്. QR കാർഡ്. അടുത്ത് നമ്മളിനി പഠിക്കാൻ പോകുന്ന ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളാണ്. ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. 1956 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയാണ് ബാങ്കിതര ധനകാര്യ കമ്പനികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1956
കമ്പനി രജിസ്റ്റർ പ്രകാരം ചെയ്തിട്ടുള്ളവയാണ് ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങൾ. SCRT പ്രകാരം അത് 36 എന്നാണ് പറഞ്ഞേക്കുന്നത്. 1936 എന്നാണ് പറഞ്ഞേക്കുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നിവയാണ് ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നിവയാണ്. മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകൾ, മണി മാർക്കറ്റ് ഫണ്ടുകൾ, സ്വകാര്യ ഓഹരി ഫണ്ടുകൾ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് എന്നിവ ബാങ്കേതര ധനകാര്യ കമ്പനികൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പം മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകൾ, മണി മാർക്കറ്റ് ഫണ്ടുകൾ, സ്വകാര്യ ഓഹരി ഫണ്ടുകൾ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് അഥവാ KSFE എന്നിവ എന്തെയാണ് ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത് 2018 ഫെബ്രുവരി 23 ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത് 2018 ഫെബ്രുവരി 23 മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്താ നോക്കാം. നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച ഓഹരി കമ്പോളങ്ങൾ, കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിൽ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട് എന്നറിയപ്പെടുന്നത്. എന്താണ് നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളങ്ങൾ, കടപ്പത്രങ്ങൾ, അടിസ്ഥാന മേഖല എന്നിവയിൽ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട് എന്നറിയപ്പെടുന്നത്. യൂണൈറ്റഡ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട് എന്നിവയാണ് ഈ മേഖലയ്ക്ക് പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്നത്. യൂണൈറ്റഡ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട് എന്നിവയാണ് ഈ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ. ഇൻഷുറൻസ് വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുക എന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ എന്നറിയപ്പെടുന്നത്. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. 1818 കൊൽക്കത്ത ആസ്ഥാനമായി സ്ഥാപിതമായ ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്നറിയപ്പെടുന്നത്. 1818 കൊൽക്കത്ത ആസ്ഥാനമായിട്ട് സ്ഥാപിതമായ ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്നറിയപ്പെടുന്നത്. 1870 സ്ഥാപിതമായ ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റിയാണ് ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്നറിയപ്പെടുന്നത്. 1870 സ്ഥാപിതമായ ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റിയാണ് ഇന്ത്യയിലെ ആദ്യ ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്നറിയപ്പെടുന്നത്. അപ്പം 1818 കൊൽക്കത്ത ആസ്ഥാനമായി സ്ഥാപിതമായ ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത്. ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് ബോംബെ മ്യൂച്വൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി എന്നറിയപ്പെടുന്നത്. LIC ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ചത് 1956 ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല എന്നാണ് ദേശസാൽക്കരിച്ചത്? 1956 ദേശസാൽക്കരിച്ചത്. 56 എന്ത് ചെയ്തു? ദേശസാൽക്കരിച്ചു. 1956 ജൂൺ 18 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കി. 1956 ജൂൺ 18 എന്ത് ചെയ്തു? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കി. 1956 ജൂൺ 18. 56 സെപ്റ്റംബർ 1 LIC സ്ഥാപിതമായി. എന്നാണ് സ്ഥാപിതമായത്? 1956 ഏപ്രിൽ 8 സെപ്റ്റംബർ 1 കേട്ടോ. അപ്പോൾ 56 ജൂൺ 18 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കി. 56 ജൂൺ 18. 56 സെപ്റ്റംബർ 1 LIC സ്ഥാപിതമായി. 1956 സെപ്റ്റംബർ 1 LIC സ്ഥാപിതമായി. ആദ്യ ചെയർമാൻ HM പാട്ടീലാണ്. ആദ്യ ചെയർമാൻ ആരായിരുന്നു? HM പാട്ടീലാണ്. HM പാട്ടീലാണ് ആദ്യ ചെയർമാൻ. ആദ്യ വനിതാ മാനേജിംഗ് ഡയറക്ടറാണ് ഉഷ സംഗ്വാൻ എന്നറിയപ്പെടുന്നത്. ഉഷ സംഗ്വാനാണ് ആദ്യ മാനേജിംഗ് ഡയറക്ടർ. നിലവിലെ ചെയർമാൻ എന്നാണ്? സിദ്ധാർത്ഥ മോഹന്തി. യോഗക്ഷേമം വഹാമന്യം എന്നതാണ് LICയുടെ ആപ്തവാക്യം എന്നറിയപ്പെടുന്നത്. യോഗക്ഷേമം വഹാമ്യം എന്നതാണ് LICയുടെ ആപ്തവാക്യം. യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. മുംബൈയിലാണ് LICയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? മുംബൈയിലാണ് LICയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ജനറൽ അഷുറൻസ് എന്താ നോക്കാം. 1850 സ്ഥാപിതമായ ട്രൈറ്റൻ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡാണ് ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറിച്ച കമ്പനി എന്നറിയപ്പെടുന്നത്. 1850 സ്ഥാപിതമായ ട്രൈറ്റൻ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡാണ് ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറിച്ച കമ്പനി. ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് മേഖലയെ ഒറ്റക്കിടക്കീഴിലാക്കുന്നതിന് 72 ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ആക്ട് പാസ്സാക്കി. ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് മേഖലയെ ഒറ്റക്കിടക്കീഴിലാക്കുന്നതിന് 72 എന്ത് ചെയ്തു? ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ആക്ട് പാസ്സാക്കി. 72 ജനറൽ ഇൻഷുറൻസ് ആക്ടിലൂടെ രൂപാന്തരപ്പെട്ട 4 കമ്പനികളാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. 72 ജനറൽ ഇൻഷുറൻസ് ആക്ടിലൂടെ രൂപാന്തരപ്പെട്ട 4 കമ്പനികൾ ഏതൊക്കെയാണ്? ഒന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പനി ലിമിറ്റഡ്, ഒന്ന് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, 2 ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ്, 3 ദ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, 3 ദ ഓറിയൻ്റൽ
ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. 4 എന്ന് പറയുന്നത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് ദ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. 1972 മുംബൈ ആസ്ഥാനമായി ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. 1972 എന്ത് ചെയ്തു? മുംബൈ ആസ്ഥാനമായി ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. 72 മുംബൈ ആസ്ഥാനമായി ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖല വികസിപ്പിക്കാനും നിയന്ത്രിക്കാനും അധികാരമുള്ള സ്ഥാപനമാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയെ വികസിപ്പിക്കുവാനും നിയന്ത്രിക്കുവാനും അധികാരമുള്ള സ്ഥാപനമാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആസ്ഥാനം ഹൈദരാബാദാണ്. മൈക്രോ ഇൻഷുറൻസ് ഫ്രെയിംവർക്ക്. മൈക്രോ ഇൻഷുറൻസ് ഫ്രെയിംവർക്കിനെ കുറിച്ച് പഠിക്കുന്നതിനായി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ച കമ്മിറ്റി ഓൺ മൈക്രോ ഇൻഷുറൻസിൻ്റെ തലവനാണ് സുരേഷ് മാത്തൂർ എന്നറിയപ്പെടുന്നത്. സുരേഷ് മാത്തൂർ. റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനി ആരംഭിച്ച പുതിയ ഇൻഷുറൻസ് പദ്ധതിയാണ് റിലയൻസ് ഹെൽത്ത് ഇൻഫിനിറ്റി എന്നറിയപ്പെടുന്നത്. ഇൻഫിനിറ്റി. ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ നവീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് RN മൽഹോത്ര കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ നവീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ശുപാർശ നൽകിയ കമ്മിറ്റിയാണ് RN മൽഹോത്ര കമ്മിറ്റി. ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ നവീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ശുപാർശ നൽകിയ കമ്മിറ്റി ഏതാണ്? RN മൽഹോത്ര കമ്മിറ്റിയാണ്. 1998 നവംബർ 11 ഇന്ത്യയിലെ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ എന്ന സ്ഥാപനം നിലവിൽ വന്നു. 1998 നവംബർ 11 1998 നവംബർ 11 എന്ത് ചെയ്തു? ഇന്ത്യയിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ എന്ന സ്ഥാപനം നിലവിൽ വന്നു. ഇന്ത്യയിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ഇൻഷുറൻസ് ആണ്. ഇന്ത്യയിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന ആരാണ്? എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ഇൻഷുറൻസ് ആണ്. ഈ സ്ഥാപനം ആദ്യം അറിയപ്പെട്ടിരുന്നത് ഗവേണിംഗ് ബോഡി ഓഫ് ഇൻഷുറൻസ് കൗൺസിൽ എന്നാണ് കേട്ടോ. ഈ സ്ഥാപനം ആദ്യം അറിയപ്പെട്ടിരുന്നത് ഗവേണിംഗ് ബോഡി ഓഫ് ഇൻഷുറൻസ് കൗൺസിൽ എന്നാണ്. ഒന്ന് ഓർത്തു വയ്ക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന ഇൻഷുറൻസ് പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന 2015. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന 2015. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന 2015. ജീവൻ ജ്യോതി ബീമാ യോജന 2015. ജീവൻ ജ്യോതി ബീമാ യോജന 2015. ജീവൻ ജ്യോതി ബീമാ യോജന 2015. ആം ആദ്മി ബീമാ യോജന എന്ന് പറയുന്നത് 2007 ആണ്. ആം ആദ്മി ബീമാ യോജന 2007 ആണ്. ആം ആദ്മി ബീമാ യോജന 2007 ആണ്. ജനശ്രീ ബീമാ യോജന 2000-ലാണ്. ജനശ്രീ ബീമാ യോജന 2000-ലാണ്. 2018-19 കേന്ദ്ര ബജറ്റിൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ഓറിയൻ്റൽ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി എന്നിവയെ ലയിപ്പിച്ച് ഏക സ്ഥാപനമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് മൈക്രോ ഫിനാൻസ്. സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും സാധാരണക്കാർക്ക് ലഘു വായ്പ ഉൾപ്പെടെ വിവിധ തലത്തിലുള്ള സാമ്പത്തിക സേവനം ലഭ്യമാക്കുന്നതിനും വേണ്ടി വന്നതാണ് മൈക്രോ ഫിനാൻസ് എന്നറിയപ്പെടുന്നത്. കുടുംബശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങൾ എന്നിവയാണ് മൈക്രോ ഫിനാൻസിന് ഉദാഹരണങ്ങൾ എന്നറിയുന്നത്. ഇതൊക്കെ ഒന്ന് കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് സ്പീഡിൽ പോകുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ 10 മുതൽ 20 പുരുഷന്മാരോ സ്ത്രീകളോ ചേർന്ന് ചെറിയ സമ്പാദ്യങ്ങൾ സ്വരൂപിച്ച് പരസ്പര സഹായത്തോടെയും സഹകരണത്തോടെയും കൂടിയും സംഘങ്ങളിലെ വ്യക്തികൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ ധനസഹായം നൽകുന്ന സംഘങ്ങൾ അറിയപ്പെടുന്ന സ്വയം സഹായ സംഘങ്ങൾ എന്നാണ്. അടുത്ത മുദ്രാ ബാങ്ക്. സൂക്ഷ്മ വ്യവസായ യൂണിറ്റുകളുടെ ധനപോഷണത്തിനായി നിലവിൽ വന്ന ധനകാര്യ സ്ഥാപനമാണ് മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് അഥവാ മുദ്ര എന്നറിയപ്പെടുന്നത്. സൂക്ഷ്മ വ്യവസായ യൂണിറ്റുകളുടെ ധനപോഷണത്തിനായി നിലവിൽ വന്ന ധനകാര്യ സ്ഥാപനമാണ് മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് അഥവാ മുദ്ര. ചെറുകിട വായ്പകൾ നൽകുക എന്നതാണ് മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം. 2015 ഏപ്രിൽ 8 മുദ്രാ ബാങ്ക് സ്ഥാപിതമായി. എന്നാണ് 2015 ഏപ്രിൽ 8 എന്നാണ് 2015 ഏപ്രിൽ 8 എന്ത് രൂപീകൃതമായി? മുദ്രാ ബാങ്ക് രൂപീകൃതമായി. മുദ്രാ ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. എവിടെയാണ് ആസ്ഥാനം? മുംബൈ. മുദ്രാ ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ആദ്യമേ മുദ്രാ കാർഡ് പുറത്തിറക്കിയ ബാങ്കാണ് കോർപ്പറേഷൻ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമേ മുദ്രാ കാർഡ് പുറത്തിറക്കിയ ബാങ്കാണ് കോർപ്പറേഷൻ ബാങ്ക്. മുദ്രാ ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകളാണ് ശിശു 50,000 രൂപയ്ക്ക് താഴെ കേട്ടോ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശിശു എന്ന് പറയുന്നത് 50,000 രൂപയ്ക്ക് താഴെയാണ്. കിഷോർ എന്ന് പറയുന്നത് 50,000 to 5 ലക്ഷമാണ്. കിഷോർ എന്ന് പറയുന്നത് 50,000 to 5 ലക്ഷമാണ്. തരുൺ എന്ന് പറയുന്നത് 5 ലക്ഷം to 10 ലക്ഷം രൂപ വരെയാണ്. 5 ലക്ഷം to 10 ലക്ഷം രൂപയാണ് തരുൺ. 2020 മാർച്ച് 31 വരെയുള്ള കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരം മുദ്രാ ലോണുകൾ ഏറ്റവും കൂടുതൽ നൽകിയ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. മുദ്രാ ലോണുകൾ ഏറ്റവും കൂടുതൽ നൽകപ്പെട്ടത് തമിഴ്നാടിനാണ് നൽകപ്പെട്ടത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ബാങ്കുകളും ആസ്ഥാനങ്ങളും രൂപീകരിച്ച വർഷം, അതുപോലെ തന്നെ അവരുടെ ടാഗ് ലൈനുമാണ്.
പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നാണ് നമ്മൾ രൂപീകരിച്ചത്? ന്യൂഡൽഹിയാണ് ആസ്ഥാനം. രൂപീകരിച്ചത് 1984 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പ്രവർത്തനം ആരംഭിച്ചെന്നാണ് 85 പഠിച്ചിട്ടുണ്ട്. 95 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ന്യൂഡൽഹിയിലാണ്. 1894 എവിടെയാണ് അവരുടെ തീം എന്ന് പറയുന്നത് ദ നെയിം യു ക്യാൻ ബാങ്ക് അപ്പോൺ എന്ന് പറയുന്നത്. ദ നെയിം യു ക്യാൻ ബാങ്ക് അപ്പോൺ. കാനറ ബാങ്ക് ബംഗളൂരുവിലാണ് ആസ്ഥാനം. കാനറ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരുവിലാണ്. കാനറ ബംഗളൂരുവിലാണ്. 1906 കാനറ ബാങ്ക് രൂപീകരിച്ചത്. കാനറ ബാങ്ക് എന്നാണ് 1906 രൂപീകരിച്ചു. ടുഗദർ വി ക്യാൻ എന്നുള്ളതാണ് അതിൻ്റെ ടാഗ് ലൈൻ. ടുഗദർ വി ക്യാൻ. കാനറ ബാങ്കിൻ്റെ ടാഗ് ലൈൻ എന്താണ്? ടുഗദർ വി ക്യാൻ. ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മുംബൈയാണ് ആസ്ഥാനം. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ബാങ്ക് ഓഫ് ഇന്ത്യ ആസ്ഥാനം മുംബൈയിലാണ്. 1906 രൂപീകരിച്ചത്. റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ് എന്നുള്ളതാണ് ടാഗ് ലൈൻ എന്നറിയപ്പെടുന്നത്. റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ്. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ന്യൂഡൽഹിയാണ്. 1894 ദ നെയിം യു ക്യാൻ ബാങ്ക് അപ്പോൺ എന്നുള്ളതാണ്. കാനറ ബാങ്ക് ബംഗളൂരുവിലാണ്. 1906 ടുഗദർ വി ക്യാൻ എന്നുള്ളതാണ്. ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മുംബൈയിലാണ്. 1906 റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ് എന്നുള്ളതാണ്. ഇന്ത്യൻ ബാങ്കിൻ്റെ ആസ്ഥാനം ചെന്നൈയിലാണ്. ഇന്ത്യൻ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യൻ ബാങ്കിൻ്റെ ആസ്ഥാനം ചെന്നൈയിലാണ്. 1907 രൂപീകൃതമായത്. യുവർ ഓൺ ബാങ്ക് എന്നുള്ളതാണ്. ഇന്ത്യൻ ബാങ്കിൻ്റെ ടാഗ്ലൈൻ എന്താണ്? യുവർ ഓൺ ബാങ്ക് എന്നുള്ളതാണ്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എവിടെയാണ്? ന്യൂഡൽഹിയാണ് അല്ലേ. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ന്യൂഡൽഹി. 1908 വേർ സർവീസ് ഈസ് വേ ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നത്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ന്യൂഡൽഹിയിലാണ്. 1908 വേർ സർവീസ് ഈസ് എ വേ ഓഫ് ലൈഫ്. വേർ സർവീസ് ഈസ് എ വേ ഓഫ് ലൈഫ് എന്നുള്ളതാണ് അതിൻ്റെ ടാഗ് ലൈന്. ബാങ്ക് ഓഫ് ബറോഡയുടെ ആസ്ഥാനം വഡോദരയാണ്. ബാങ്ക് ഓഫ് ബറോഡ വഡോദര. 1908 രൂപീകൃതമായി. ഇന്ത്യാസ് ഇൻ്റർനാഷണൽ ബാങ്ക് എന്നുള്ളതാണ് ടാഗ് ലൈന്. ഇന്ത്യാസ് ഇൻ്റർനാഷണൽ ബാങ്ക് എന്നുള്ളതാണ് ബറോഡ ബാങ്കിൻ്റെ ടാഗ് ലൈൻ എന്നറിയപ്പെടുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. 1911 സെൻട്രൽ ടു യു സിൻസ് 1911 ടാഗ് ലൈൻ എന്നറിയപ്പെടുന്നത്. സെൻട്രൽ ടു യു സിൻസ് 1911. അപ്പോൾ ഒന്നുകൂടെ പഠിക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക് ന്യൂഡൽഹി. 1894 ദ നെയിം യു ക്യാൻ ബാങ്ക് അപ്പോൺ. കാനറ ബാങ്ക് ബംഗളൂരു. 1906 ടുഗദർ വി ക്യാൻ. ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈയിലാണ്. 1906 റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ്. ഇന്ത്യൻ ബാങ്ക് ചെന്നൈയിലാണ്. 1907 അവർ യുവർ ഓൺ ബാങ്കാണ്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ന്യൂഡൽഹിയിലാണ്. 1908 വേർ സർവീസ് ഇസ് എ വേ ഓഫ് ലൈഫ്. ബാങ്ക് ഓഫ് വഡോദരയാണ്. 1908 ഇന്ത്യാസ് ഇൻ്റർനാഷണൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈയിലാണ്. 1911 സെൻട്രൽ യു ടു സിൻസ് 1911.